സ്വർഗസ്ഥനായ പിതാവാൻ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ലോകം മുഴുവനും നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ആദാമിൽ നഷ്ടപ്പെട്ടു പോയ ആ തേജസ് നമുക്ക് തിരിച്ചു നൽകിയ ദൈവപുത്രൻ്റെ പാത പിന്തുടരുക. ആ ദൈവപുത്രൻ്റെ പാത പിന്തുടരുന്നവർക്ക് ആത്മാവിൽ മരണം സംഭവിച്ചത് തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയും. ആ ദൈവപുത്രൻ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ വിശ്വസിച്ച് സ്വീകരിക്കുക, ആത്മാവിനെ നേടുക. മരണത്തിനു മുമ്പേ, ഈ ജഡം ഇവിടുന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പേ ആത്മാവിൻ്റെ മരണം എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. പിശാച് പല തന്ത്രങ്ങളിലും അവൻ ആഡംബരങ്ങളും ആചാരങ്ങളും ഉത്സവങ്ങളും പലതും കൊണ്ടുവന്ന് ആ ദൈവരാജ്യം അവൻ മറയ്ക്കുകയാണ്. ആ ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ നിന്നും അവൻ മറച്ചു കളയുകയാണ്. ആത്മാവ് ഉണ്ടെന്ന് പോലും പലർക്കും അറിയില്ല. പലരും ഈ ലോകത്തിൻ്റെ മോഹങ്ങളും ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും ആ ദൈവപുത്രൻ്റെ പാത പിന്തുടരുവാൻ ശ്രമിക്കുക. എന്ത് കഷ്ടത വന്നാലും, രോഗമോ ദുഃഖമോ എന്ത് വന്നാലും, ഈ ജഡത്തിൻ്റെ മരണം, ഈ ജഡത്തിനുള്ളത് ചിന്തിക്കാതെ ആത്മാവിനുള്ളത് ചിന്തിക്കുക. ജഡത്തിന് ഏത് സമയവും മരണമുണ്ടാകും. ജഡത്തിന് മരണമുണ്ടാകുന്നതിന് മുമ്പേ ആത്മാവിനെ കളയാതിരിക്കണമെങ്കിൽ ദൈവവചനങ്ങൾ വായിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കണം. ഈ ലോകത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും, എന്ത് കഷ്ടത വന്നാലും, ഇനി മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് ഏതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുവ മശിഹായിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മൾ വേർപിരിയാതെ ആ ദൈവസ്നേഹം, ആ തേജസ്സാകുന്ന ശരീരം പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മൾ മുന്നോട്ട് പോകുക. ഓട്ടക്കലത്തിൽ ഓടുന്നവർ അനേകരാണ്, എങ്കിലും ബിരുദ പ്രാപിക്കുന്നവൻ ഒരുവൻ മാത്രം. ആ ഒരുവനായി മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുക. ലോകത്ത് പലതും നടക്കും, പല ആഡംബരങ്ങളും പലതും കൊണ്ടുവന്ന് അവൻ നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്താനുള്ള പല പരിപാടികളും അവൻ ചെയ്യും. ഈ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കും തോറും നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും. ദൈവമില്ലാന്ന് തോന്നിക്കത്തക്കവണ്ണം ആ പിശാചിൻ്റെ പ്രവൃത്തി വലുതാണ്, അവൻ്റെ തന്ത്രം വലുതാണ്. അതുകൊണ്ട് അവൻ്റെ തന്ത്രത്തെ മനസ്സിലാക്കി ബൈബിൾ വായിച്ച് വചനങ്ങൾ മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുക. പ്രൈസ് ദി ലോർഡ്.